friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ പഴവും പാലും പഞ്ചസാരയും ഇവ 3 ചേരുവകൾ വെച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ജലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനെയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ്. അതും ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിംഗ് കൂടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1/4 കപ്പ് ആ ഒരു അളവിൽ വരും കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഈ പഞ്ചസാര ഉരുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ പഞ്ചസാരയൊക്കെ ഉരുകി നല്ലൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറായിട്ട് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പഞ്ചസാര നോക്കിക്കാൻ നന്നായിട്ട് ഈ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നേരം ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, ഒട്ടും തന്നെ നേരം വെച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് മാറ്റി ഒഴിക്കണം. എന്നിട്ട് ഇതൊന്ന് ചുറ്റിക്കണം കേട്ടോ. എങ്കിലാണ് എല്ലായിടത്തും ഈ ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും ആകത്തക്ക രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. നല്ല ചൂടായിരിക്കും, ശ്രദ്ധിക്കണം അതുകൊണ്ട്. പിന്നെ നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലൊരു റൗണ്ട് ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലിപ്പം സ്റ്റീലിൻ്റെ ചോറും പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കി എടുക്കാം. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് സ്റ്റീൽ കട്ടോരി എന്നൊക്കെ പറയുന്ന പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അന്നേരം ഇത് നല്ല കട്ടിയായിട്ടിരിക്കും, നല്ല കല്ല് പോലെ ഇരിക്കും. അപ്പോൾ അതവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ആ നേരം നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 400 ml പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴും പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 400 ml എന്ന് പറയുന്നത് 1/2 ലിറ്റർ വരുന്ന അത്രത്തോളം ഇല്ല എങ്കിലും ആ ഒരു അളവിൽ വരുന്ന പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ ഒരുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്കിതിനകത്തോട്ട് 2 റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത് റോബസ്റ്റ പഴം, പാളയംകോടൻ പഴം, ചെറുപഴം, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പഴങ്ങളുണ്ടല്ലോ. അതായത് നേന്ത്രപ്പഴം അല്ലാത്ത ബാക്കി എല്ലാ പഴങ്ങളും നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. നമുക്കിതിന് വേണ്ടി ഒരു ചൈന ഗ്രാസ് മേടിക്കാൻ പോവോ അല്ലെങ്കിൽ ജലാറ്റിൻ മേടിക്കാൻ പോവോ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കേണ്ട അതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ എടുത്തിട്ടുള്ള 2 പഴവും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഈ പാൽ മിക്സി എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ടൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ 2 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മളെടുക്കുന്ന പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര എന്നുള്ളത് ഒഴിവാക്കാം കേട്ടോ. ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതേപോലെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വരണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ തരികളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നല്ല കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, ഇനിയിപ്പം അതിനകത്ത് ഇപ്പോൾ എല്ലാ മിക്സിയും ചിലപ്പോൾ ഒരുപോലെ കുഞ്ഞു കുഞ്ഞു പഴങ്ങളൊന്നും അടിക്കാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അരിച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ കുഞ്ഞു പഴങ്ങളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിക്സ് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും. ഇനി ചെയ്യാനുള്ളത് ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കുക. അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് നല്ല അടച്ചുറപ്പുള്ള ഒരു പാത്രം, മൂടികളുള്ള ഒരു പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോയിൽ പേപ്പറൊക്കെ വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് സീൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഹോൾസ് ഇടുന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ ഇതൊന്ന് ആവി കയറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ അത്യാവശ്യം വെള്ളം, അതും ഒരിക്കലും പാത്രം മുങ്ങി കിടക്കുന്ന രീതിയിലൊന്നും എടുക്കരുത്. അത്യാവശ്യമുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് ഇതുപോലെ ആവി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മിക്സ് ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു
പുഡിങ്ങിൻ്റെ പാത്രം ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ സമയം എടുക്കും കേട്ടോ. അതും ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഈ ഒരു സമയത്ത് വെച്ചിട്ടുള്ളത്. എങ്കിലാണ് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ല ചൂടായതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ലേറ്റായി പോയത്. ഞാനിങ്ങനെ എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ കൈ പൊള്ളുന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് കാണുമ്പോൾ നല്ല കണ്ടോ ഇതേപോലെ നല്ല പഞ്ഞിക്കുട്ടം പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകം എന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കറോ ഒരു സ്ക്യൂവറോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളൊന്ന് കുത്തിയെടുക്കുക. ഫുൾ കുത്തണം കേട്ടോ. എന്നിട്ട് നല്ല നീറ്റ് അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ 35 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടൊന്ന് സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റിയിട്ട് നോക്കാം. അപ്പം ഞാനിവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് എൻ്റെ മോള് സമ്മതിച്ചില്ല. കാരണം അവൾക്ക് അതിങ്ങനെ കഴിക്കാനുള്ള സ്മെല്ല്, പഴം ഒത്തിരി ഇഷ്ടമാണ് അവൾക്ക്. അപ്പം ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊരു ചൂടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിടാൻ നോക്കി. പക്ഷെ നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇത് മുഴുവൻ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിന് ആ പാത്രത്തിനകത്ത് ചിലത് ഇച്ചിരിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അത് ചൂടാറാത്തത് കൊണ്ടാണ് മുഴുവനായിട്ടും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആവി പോകുന്നത് കാണാൻ പറ്റും. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല അത്യാവശ്യം ചൂടിൽ തന്നെയാണ് ഞാൻ തിരിച്ചിട്ടിട്ടുള്ളത്. അപ്പം നിങ്ങളത് തിരിച്ചിടുമ്പോൾ നമുക്കിത് മുഴുവനായിട്ടും ആ ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പുഡിങ്ങിൻ്റെ പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ചൂടാറുക തന്നെ വേണം. ചൂടാറിയതിന് ശേഷം പറ്റുവാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുക 1 മണിക്കൂർ എങ്ങാനും, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വെച്ചാലും മതിയാവും. എന്നിട്ട് ഒന്ന് തിരിച്ചിടുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ പുഡിങ് ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് മുറിക്കാൻ ഞാനൊന്ന് ജസ്റ്റ് കത്തി ഒന്ന് വെക്കുമ്പോഴത്തേക്കും അതങ്ങനെ ഊർന്നു പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റാണ് ഇതിനകം, പഴം, മുട്ട, പാലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റിയിട്ട് നോക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ഒരു ഉള്ളും ഇതിൻ്റെ ഒരു ടെക്സ്ചറും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ജലാറ്റിൻ അങ്ങനെ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു 3 കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.